ബറോസ് 3D സിനിമ കാണാൻ പോയപ്പോൾ കിട്ടിയ 3D കണ്ണടയാണ്. നാട്ടിലൊക്കെ 3D സിനിമ കണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു കൊട്ട പിടിച്ചിട്ട് സിനിമ തിയേറ്ററിൻ്റെ ഒരാളവിടെ നിൽപ്പുണ്ടാവും. ആ കണ്ണട തിരിച്ചു വാങ്ങാനും ആ കണ്ണട തന്നെയാണ് അടുത്ത ആൾക്ക് കൊടുക്കുന്നത്. നമ്മൾ സിനിമയ്ക്ക് കാശ് കൊടുത്ത് വാങ്ങുന്ന കണ്ണടയാണ്. പക്ഷെ അവരത് റീയൂസ് ചെയ്യും. ശരി, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ്. പക്ഷെ നമ്മുടെ നാട്ടിലെ തിയേറ്റർ ആളുകളുടെ എത്ര പൈസ ലാഭം കിട്ടിയാലും ആക്രാന്തം തീരാത്ത എത്തിക്സ് ഇല്ലാത്ത ആളുകളൊക്കെ അത്തരത്തിൽ ചെയ്യാറുണ്ട്. ഇവിടെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള കണ്ണട കിട്ടുന്നത് സിനിമ കഴിഞ്ഞ് പോരുമ്പോൾ നമ്മൾ കണ്ണട കൊണ്ട് വീട്ടിലേക്ക് പോരാനും പറ്റും. കാരണം നമ്മളുടെ കണ്ണടയുടെ പേയ്മെൻറ്റ് സിനിമ ടിക്കറ്റിൻ്റെ കൂടെ അവർ ചാർജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് കണ്ണടയായിട്ട് ബന്ധപ്പെട്ടുള്ള കഥ. അപ്പോൾ ഇനി സിനിമയിലേക്ക് വരാം. സിനിമയുടെ റിലീസിങ് കഴിഞ്ഞ് 2-3 മണിക്കൂറിനുള്ളിൽ തന്നെയുള്ള ആളുകളുടെ കോക്കാച്ചിയുടെയും മാക്കാച്ചിയുടെയും ഒക്കെ റിവ്യൂ കണ്ടപ്പോൾ ഈ സിനിമ തിയേറ്ററിൽ പോയി കാണണ്ട എന്ന് കരുതിയതാണ്. കാരണം അത്രയ്ക്ക് മോശം അഭിപ്രായമാണ് ഈ സിനിമയെക്കുറിച്ച് പല ആളുകളും പറഞ്ഞത്. കുറേ ആളുകളൊക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ടായിരുന്നു. ഫാമിലി ആയിട്ട് പോയി കാണുന്ന ആളുകൾ, കുട്ടികളായിട്ട് പോയി കാണുന്ന ആളുകളൊക്കെ കൊള്ളാം എന്നുള്ള അഭിപ്രായം പറയുന്നുണ്ടായിരുന്നു. എങ്കിലും ആസ്ഥാന റിവ്യൂവേഴ്സ് അവർ ഈ സിനിമയെ വളരെ മോശമായിട്ടാണ് ചിത്രീകരിച്ചത്. എനിക്ക് തോന്നുന്നു ഈ കോക്കാച്ചി അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന ആളാണ് ഏറ്റവും മോശമായിട്ട് ഈ സിനിമയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. പുള്ളി പറഞ്ഞത് ആകെ 2 സീനാണ് ഈ സിനിമയിൽ 3D ക്വാളിറ്റിയിൽ പുള്ളിക്ക് കാണാൻ പറ്റിയെന്ന് പറഞ്ഞ്, ബാക്കിയെല്ലാം മോശമായിരുന്നു എന്നാണ് ആൾ പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഒന്നിലെ ആളെ മോശമായിട്ടുള്ള 3Dയിൽ സിനിമ കാണാൻ പറ്റാത്ത ഏതെങ്കിലും ഡ്യൂപ്ലിക്കേറ്റ് കണ്ണട കൊടുത്ത് തിയേറ്ററുകാർ ചതിച്ചിട്ടുണ്ട്. അതല്ലെങ്കിൽ 3D ഇമേജസിനെ സ്വീകരിക്കാനുള്ള ആളുടെ കണ്ണിൻ്റെ കപ്പാസിറ്റി നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ സിനിമ മുഴുനീളം 3D എഫക്റ്റ് കൊണ്ട് നിറഞ്ഞിട്ടുള്ളൊരു സിനിമയാണ്. ഇവരുടെയൊക്കെ വാക്കും കേട്ട് ഈ സിനിമ തിയേറ്ററിൽ പോയി കാണാതിരുന്നുണ്ടെങ്കിൽ അത് വലിയ നഷ്ടമായേനെ എന്ന് ഞാനിപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ഞാൻ പൊതുവേ ഏത് സിനിമയായാലും, ഹിറ്റായാലും ഫ്ലോപ്പായാലും, നായികയോ നായകനോ ആരാണെന്ന് പോലും നോക്കാതെ സിനിമകൾ തിയേറ്ററിൽ പോയി കാണുന്ന ആളാണ്. എനിക്ക് സിനിമകൾ തിയേറ്ററിൽ പോയി കാണാൻ വലിയ ഇഷ്ടമുള്ള ഒരാൾ കൂടിയാണ്. അത് മാത്രമല്ല, കുട്ടികളോട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3Dയിൽ ഒരു സിനിമ വരുന്നുണ്ട്, മോഹൻലാലിൻ്റെ സിനിമയാണ്, ബറോസ് എന്നുള്ളൊരു പടം വരുന്നുണ്ട്, നമുക്കത് റിലീസായി കഴിയുമ്പോൾ തിയേറ്ററിൽ പോയി കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രിസ്മസിൻ്റെ അന്നായിരുന്നു റിലീസായത്. എനിക്കന്ന് കുറച്ച് ക്രിസ്മസിൻ്റെ ചെറിയ സെലിബ്രേഷനൊക്കെ ഉള്ളതുകൊണ്ട് പോകാൻ പറ്റിയില്ല. 2 ദിവസം കഴിഞ്ഞിട്ടാണ് പോയത്. സിനിമ വളരെ മനോഹരമായിട്ടുള്ളൊരു ദൃശ്യാനുഭവം നൽകുന്ന സിനിമയാണ്. ആ 3D ക്വാളിറ്റിയിലുള്ള ഇമേജസ് കാണുന്ന സമയത്ത് കിട്ടുന്നൊരു സുഖമുണ്ട്. ഇതിനു മുമ്പ് 3Dയിൽ വന്നിട്ടുള്ള 2-3 സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട് തിയേറ്ററിൽ പോയിട്ട്. ടൈറ്റാനിക് കണ്ടിട്ടുണ്ടായിരുന്നു, രജനീകാന്തിൻ്റെ ഒരു റോബോ കണ്ടിട്ടുണ്ടായിരുന്നു, പിന്നെ സ്പൈഡർമാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ കാണുന്ന സമയത്ത് 3D വെച്ചിട്ട് കാണുമ്പോൾ നമുക്കൊരു തലവേദന ഫീൽ ചെയ്യായിരുന്നു, ഒരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യായിരുന്നു. പക്ഷേ ഈ ഒരു സിനിമ 3D വെച്ച് തുടക്കം മുതൽ അവസാനം വരെ കണ്ടിട്ടും നമ്മുടെ കണ്ണുകൾക്കൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് മാത്രമല്ല, വളരെ മനോഹരമായിട്ട്, വളരെ ക്ലിയർ ആയിട്ടുള്ള, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഇമേജസ് ആണ് നമുക്ക് 3D കൂടെ കിട്ടുന്നത്. 3D വ്യൂവിൽ കിട്ടുന്ന ആ ഒരു എക്സ്പീരിയൻസ് മാത്രം മതി ഈ സിനിമയ്ക്ക് നമ്മൾ കൊടുത്ത പൈസ മുതലാവാനായിട്ട്. ഇതിൻ്റെ കഥയോ കഥാസന്ദർഭമോ അതിനകത്ത് അഭിനയിച്ചിട്ടുള്ള ആളുകളെ ഇതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നല്ല ക്വാളിറ്റിയിലുള്ള ഒരു 3D വിഷ്വൽസ്, അത് 3D എഫക്റ്റ് കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, ആ ഒരു 3D സിനിമ കണ്ടാൽ മതി എന്നുള്ള ആഗ്രഹത്തിൽ പോകുന്ന ആളുകൾക്ക് അവർക്ക് കൊടുത്ത കാശ് ഉറപ്പായിട്ടും ഈ സിനിമ കാണുമ്പോൾ മുതലാവും. പിന്നെ മോഹൻലാലിനോടോ അതല്ലെങ്കിൽ ആ സിനിമയിൽ അഭിനയിക്കുന്ന മറ്റുള്ള ആളുകളോടോ നമ്മുടെ മനസ്സിൽ വെറുപ്പില്ല എന്നുണ്ടെങ്കിൽ ഈ സിനിമ ആർക്കും ഇഷ്ടപ്പെടാതെ പോവില്ല. അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ ആ സിനിമനെ ചെയ്തെടുത്തിട്ടുണ്ട്. രസകരമായിട്ട് കണ്ടിരിക്കാവുന്ന രീതിയിലുള്ള സിനിമയുണ്ട്. കുട്ടികൾക്ക് പ്രത്യേകിച്ച്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടാവുന്ന തരത്തിലുള്ള സിനിമയാണ്. എൻ്റെ മക്കൾ 3 പേരും ആ സിനിമ വളരെ എൻജോയ് ചെയ്ത് കണ്ടു. രാത്രി 11:30 ഷോയ്ക്കാണ് ഞങ്ങൾ പോയത്. ആ രാത്രിയായിട്ട് പോലും അവർ ഉറക്കം തൂങ്ങാതിരുന്നിട്ട് ആ സിനിമ പൂർണ്ണമായിട്ടും കണ്ട് എൻജോയ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, കോക്കാച്ചിയുടെയും മാക്കാച്ചിയുടെയൊക്കെ റിവ്യൂ കേട്ടിട്ട് സിനിമ കാണാൻ പോകണോ വേണ്ടയോ എന്നുള്ള തീരുമാനം നിങ്ങൾ എടുക്കാതിരിക്കുക. നിങ്ങൾ ഓരോ ആളുകളും സിനിമ കാണാൻ പോകുന്ന, തിയേറ്ററിൽ പോയി കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ പോയി കാണുക. ഈ സിനിമയെ സംബന്ധിച്ച് ഇത് അന്താരാഷ്ട്ര നിലവാരമുള്ള ഗജഗംഭീര സിനിമയാണ്, നമ്മൾ നിർബന്ധമായിട്ടും കാണേണ്ട സിനിമയാണ് എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ സിനിമ തിയേറ്ററിലല്ലാതെ നിങ്ങൾ എവിടെ കണ്ടാലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു സുഖം കിട്ടില്ല എന്നുള്ളത് തീർച്ചയാണ്. അപ്പോൾ തിയേറ്ററിലൊക്കെ പോയി സിനിമ കാണുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഒരു നഷ്ടവും വരുത്താത്ത ഒരു 3D എഫക്റ്റ് നിങ്ങൾക്ക് നൽകുന്ന സിനിമയാണ് ബറോസ്. സിനിമയെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, തിയേറ്ററിൽ പോയി സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക. ബറോസ് അല്ല, വേറെ ഏത് സിനിമ വന്നാലും അത് തിയേറ്ററിൽ തന്നെ പോയി കാണുക. ഈ കോക്കാച്ചിയുടെയും മാക്കാച്ചിയുടെയൊക്കെ വാക്ക് കേട്ടിട്ട് സിനിമ കാണാൻ പോകാതിരുന്നു കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് കഴിയുമ്പോൾ അത് വലിയ നഷ്ടമായിട്ട് നമുക്കൊരു പക്ഷേ തോന്നിയേക്കാം. അത് ഈ സിനിമ മാത്രമല്ല, ഏത് സിനിമയായാലും ഒരു സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ആദ്യത്തെ 15 മിനിറ്റ് കഴിയുമ്പോൾ മുതൽ ഈ സിനിമയെക്കുറിച്ച് റിവ്യൂ വന്നു കൊടുക്കും. അത്
വളരെ നല്ല സിനിമ ആണെങ്കിൽ കൂടി ചിലപ്പോൾ വളരെ മോശമായിട്ടുള്ള റിവ്യൂ പലരും പറയാറുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്, വ്യക്തിവൈരാഗ്യങ്ങളുണ്ട്. അങ്ങനെ ടാർഗറ്റ് ചെയ്ത് ഒരു സിനിമയെ അതല്ലെങ്കിൽ ഒരു സിനിമ നടനെ, സിനിമ നടിയെ ടാർഗറ്റ് ചെയ്തിട്ട് ആക്രമിക്കുന്ന പല റിവ്യൂവേഴ്സിനെ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ റിവ്യൂ ഇരുന്ന് പറയുന്ന ആളുകൾക്ക് ചെവി കൊടുക്കാതെ സിനിമ ഇഷ്ടപ്പെടുന്ന ആളുകൾ തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണുക. ഏത് സിനിമയായാലും തിയേറ്ററിൽ പോയി കാണുമ്പോൾ നമുക്ക് നൽകുന്ന ഒരു എക്സ്പീരിയൻസ് ഡിഫറൻ്റ് ആണ്. ഒരു പക്ഷേ അത് ഫ്ലോപ്പ് പടമാണെങ്കിൽ പോലും, ഒരു തല്ലിപ്പൊളി പടമാണെങ്കിൽ പോലും അതും ഒരു രസമുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് തിയേറ്ററിൽ പോയി സിനിമ കാണുന്ന ആളുകളെ സംബന്ധിച്ച്.